ഹലോ ഗൈസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു പരിപാടിയുമായിട്ട് ഇറങ്ങി. കാരണം വേറെ ഒന്നുമല്ല, മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പ്ലാനിങ് ആയിരുന്നു. എല്ലാ കിഡ്നാപ്പുകളും എടുത്തു വെച്ചു ഗൈസ്. സ്പോട്ട് എത്തിയപ്പോഴാണ് ഫ്രോഗ് മാത്രം എടുത്തില്ല, ബാക്കി സ്റ്റിക്കും അതിൻ്റെ കിഡനാപ്പിടികളെല്ലാം എടുത്തു. ഫ്രോഗ് മാത്രം എടുത്തില്ല. പിന്നെ ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ വരെ ഫ്രോഗിന് വേണ്ടി തപ്പി നടന്നു. അതപ്പോൾ അവിടെ ഫ്രോഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ പൂവാറ് വന്നു. ആ സവാരി പാർക്കിൻ്റെ അവിടെ വന്നപ്പോഴത്തേനാണെങ്കിൽ പെണ്ണും പിള്ളേക്ക് ഒരു ഐസ്ക്രീം കൂച്ചണം. ഇപ്പോൾ ഒന്നും നോക്കില്ല കേസ്, നേരെ നമ്മളിതാ ഐസ്ക്രീം കുടിക്കുന്ന അങ്ങോട്ട് പോവുകയാണ്. 2 മാംഗോ. പിന്നെ മീൻ പിടിക്കേണ്ട മോഹം അങ്ങ് ബഹിഷ്കരിച്ചു. പിന്നെ എന്താ പറയുന്നത്, 2 മാംഗോയിൽ അങ്ങ് ഒതുക്കി പരിപാടികൾ. പിന്നെ ഗൈസ് 2 മാംഗോ മേടിച്ചുതാ കഴിച്ചുകൊണ്ട് കിടക്കുന്നു. ഭയങ്കര പുളിയാണ്. കുറച്ച് പഞ്ചസാര ഇട്ടെങ്കിൽ കലക്കി ചേർക്കായിരുന്നു. ഭയങ്കര പുളിയാണ് കണ്ടോ. പിന്നെ ഗൈസ് ഇവിടെ വന്ന് ഭയങ്കര വെയിൽ, മട്ട വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. പിന്നെ വിചാരിച്ചു വന്ന് കടലും കായലും ചേരുന്ന ആ തോടിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ 2 പേരും മാക്കന വല വീശുന്നുണ്ട്. പക്ഷേ വീശുന്നവരടുത്ത് പോകുന്നവരടുത്ത് ഒരു രക്ഷയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കി അവരുടെ വീശൊക്കെ കണ്ട, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ അവരുടെ വീശ എങ്ങനെയാണ്. ആ വള്ള അതാ മോനെ അമ്പാനെ പൊളിച്ച് അറിഞ്ഞു കേട്ടോ. വീശ അറിഞ്ഞു. ചേട്ടൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തു. അവൻ നിൽക്കുന്നിടത്ത് തന്നെ വീശുന്നു. അവിടെ തന്നെ വല വീണ് കണ്ടോ. ആ നിൽക്കുന്നിടത്ത് തന്നെ വീശുന്നു കേട്ടോ. അതാണ് ഇങ്ങനെയും വീശ വീശി നോക്കുമ്പോഴറിയണം അതിന്റെ ബുദ്ധി. കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ണീരല്ലമ്മ പെണ്ണെല്ലാം കണ്ടത്, കടലിന്റെ മക്കള പിന്നെ ഇനി എവിടെ നിന്നിട്ട് വലിക്കും. അതാ കൊമ്പനെ കിട്ടും തോന്നുന്നു. നോക്കട്ടെ. വല വലിക്കുകയാണ് ഗൈസ്. അതാ വല വലിച്ചു കയറ്റുകയാണ്. വലിയൊരു മീൻ കൂട്ടം അതിൽ കാണും. ഒന്നും കിടക്കലേ ഒന്നുമില്ല. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് പൂവാറ് വരെ വന്നു. കടൽപ്പുറത്തൊക്കെ ഇറങ്ങിയതായപ്പോഴ അങ്ങനെ നിൽപ്പുണ്ട് കണ്ടോ. തിരനുരയും ചുരുൾമുടിയും കുറേ ദിവസമായിട്ട് നമ്മളിവിടെ ബീച്ചിലോട്ട് വന്നിട്ട് കുറേ നാളായി. എന്തായാലും ഇങ്ങോട്ട് വരാം കണ്ടോ. നല്ല കടലടി കേട്ടോ. ആ മൊത്തം മണ്ണെല്ലാം കരക്കി കയറി കിടക്കുന്നത് കേട്ടോ. അടിപൊളി. വികാര നൗകയുമായി തിരമാലകളാടിയൊലഞ്ഞു, കണ്ണീർ കലർന്നൊരു മണലിൽ വേളിപ്പുടവതുറിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂഞ്ചിരി യാത്രാമൊഴിയാണോ, നിൻ മൗനം പിൻവിളിയാണോ? അല്ല പിന്നെ കനലേ നീ എൻ്റെ കടലിൽ വന്നിട്ട് എങ്ങനെയാണ് കാലിൽ വെള്ളം നനയാതെ പോകുന്നത് എന്നൊരു ഡയലോഗാണ് എന്നോട് അടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് വെക്കുകയല്ല കൊച്ചേ, നീ വേണമെങ്കിൽ കാലിൽ നനയ്ക്കോ കുളിക്കോ എന്നെ വേണോ ചെയ്തോ, ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതാ നിന്ന് കറങ്ങുവാണ്.